ആറ്റിങ്ങലിൽ RSP നേതാവ് സുമേഷ് ഭദ്രൻ UDF സ്ഥാനാർത്ഥിയാകും. RSPയിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമായി. സയ്യിദ് വിവരങ്ങളുമായി ചേരുന്നു. സയ്യിദ്, സുമേഷ് ഭദ്രൻ വിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥി എന്നാണോ RSPയുടെ വിലയിരുത്തൽ? ഹാഷ്മി, പേരിലൊരു തിരുത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് ഭദ്രൻ എന്നാണ്. RSPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ സന്തോഷ് ഭദ്രനെയാണ് ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാൻ RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. സന്തോഷ് ഭദ്രൻ RSPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകളായി RSPക്ക് നൽകിയിരിക്കുന്ന സീറ്റാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലം. സംവരണ മണ്ഡലമായി ഇവിടെ സന്തോഷ് ഭദ്രനെ മത്സരിപ്പിക്കുകയാണ്. അവിടെ BJPക്ക് കൂടി ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശമായി ആറ്റിങ്ങൽ മണ്ഡലം വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതായിരുന്നു RSP നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ നീണ്ട ആലോചനകൾക്ക് ശേഷമാണ് സന്തോഷ് ഭദ്രനെ അവിടെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ആറ്റിങ്ങൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ സിറ്റിംഗ് MLA OS അംബികയാണ് സന്തോഷ് ഭദ്രൻ എതിരിടാൻ പോകുന്നത്. BJPയും അവിടുത്തെ സ്ഥാനാർത്ഥിയെ ശക്തമായി തന്നെ നിർത്തും. തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകളെ അവിടേക്ക് പരിഗണിക്കുന്നുണ്ട്. ആശാനാഥ് അടക്കമുള്ള ആളുകളെ അവിടേക്ക് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിൽ RSPയുടെ സ്ഥാനാർത്ഥി സന്തോഷ് ഭദ്രനായിരിക്കും അവിടെ മത്സരിക്കുക. അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര, പുതിയ യാത്ര അവിടെ എത്തിയപ്പോൾ ആ വേദിയിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു സന്തോഷ് ഭദ്രൻ. അവിടെ മികച്ച വാഗ്മിയാണ്, യുവജന നേതാവാണ്. സന്തോഷ് ഭദ്രനെ പറ്റിയൊക്കെ അന്ന് VD സതീശൻ ആ വേദിയിൽ പറയുകയും ചെയ്തതാണ്. അപ്പോൾ നേരത്തെ തന്നെ സന്തോഷ് ഭദ്രൻ്റെ പേര് ആലോചനയിൽ ഉണ്ടായിരുന്നോ ശ്രീത്? തീർച്ചയായും അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ചന്ദ്രബാബു എന്ന് പറയുന്ന RSPയുടെ നേതാവാണ്. നേരത്തെ RSP Bക്ക് UDFിലുണ്ടായിരുന്നപ്പോൾ നൽകിയ മണ്ഡലമായിരുന്നു. അങ്ങനെ അവിടെ ചന്ദ്രബാബു എന്നൊരു കിളിമാനൂരുള്ള നേതാവായിരുന്നു അവിടെ മത്സരിച്ചു പോകുന്നത്. എന്നാൽ അദ്ദേഹം 2 തവണയിലേറെ മത്സരിച്ചിട്ടും അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് 2021 ശേഷം പുതിയ സ്ഥാനാർത്ഥിയെ RSP തേടിയത്. അങ്ങനെയാണ് ആ അന്വേഷണത്തിലാണ് സന്തോഷ് ഭദ്രനെ അവിടെ കണ്ടെത്തിയത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ പുതിയ യാത്രയുടെ വേദിയിലും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ സജീവമായി രംഗത്തുണ്ടായിരുന്ന ആളാണ് സന്തോഷ് ഭദ്രൻ. അതുകൊണ്ട് ഇക്കുറി ഒരു ശക്തമായ വെല്ലുവിളി LDFിനും BJPക്കും ഉയർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ്, അതോടൊപ്പം UDFും RSPയും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഇത്തവണ അവിടെ ഈ BJP പടിപടിയായി സ്വാധീനം വർദ്ധിപ്പിച്ചു വരുന്ന മണ്ഡലമായ ആറ്റിങ്ങലായതുകൊണ്ട് അവിടെ 2ാം സ്ഥാനത്തേക്ക് വരെ എത്തുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം തടയിടുന്നൊരു ശക്തമായ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് സന്തോഷ് ഭദ്രനിൽ എത്തി നിൽക്കുന്നത്. ഓക്കെ, സയ്യിദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങലിൽ സന്തോഷ് ഭദ്രൻ നമ്മൾ ഒരുപാട് അങ്ങനെ കേട്ടിട്ടുള്ള ഒരു പേരല്ല. നമ്മൾ കേൾക്കാത്തത് സ്ഥാനാർത്ഥിയുടെ പരിമിതിയാവണമെന്നില്ല. ആ മേഖലയിൽ ഒരുപക്ഷെ സ്വീകാരനായ സ്ഥാനാർത്ഥിയായിരിക്കണം. അതുമാത്രമല്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് ജയിക്കും എന്നതിനപ്പുറം തോക്കുമെന്നൊരു വാക്ക്, അല്ലെങ്കിൽ തോക്കാൻ സാധ്യതയുണ്ടോ എന്ന വാക്ക് പോലും ആരും പറയില്ല. 140 മണ്ഡലങ്ങളിൽ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കും എന്ന കടുത്ത കോൺഫിഡൻസ് വോട്ടെണ്ണാൻ പോകുന്ന മെയ് ആദ്യവാരം വരെ പറഞ്ഞു കേൾക്കാൻ പോകുന്ന ഇലക്ഷൻ മണിക്കൂറുകളിലാണ്. ഇനിയിപ്പോൾ 2 മണിക്കൂർ മാത്രമാണ് ആ ഇലക്ഷൻ പ്രഖ്യാപനത്തിനും ബാക്കിയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.